ഇവരിങ്ങനെ ടീച്ചർ ഇങ്ങനെ ഇവരെ മാനസികമായിട്ട് ഞാൻ ചെന്നതിൻ്റെ അന്ന് തൊട്ട് ജാതി കൂട്ടി തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. എപ്പോഴും ഇവരിട്ടോണ്ട് ചെല്ലണം, ഡ്രസ്സിനെ കുറിച്ച് വരെ എൻ്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്കുള്ളത് മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവനും ഈ +2 പഠിക്കണവനെയും കളിയാക്കാറുണ്ടായിരുന്നു. നമ്മളുടെ അതനുസരിച്ച് നമുക്ക് അപ്പം ഇവർക്കുള്ള ഡ്രസ്സല്ലേ സാറേ അവരിട്ടുണ്ട് പോകും. ആ ഡ്രസ്സിനെ കുറിച്ച് വരെ ആ ഡ്രസ്സ് ഇട്ടുണ്ട് ചെല്ലുമ്പോൾ ഇവരോട് ടീച്ചർ ചോദിക്കണം, ഈ നിൻ്റെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാമല്ല, നീയൊക്കെ പഠിക്കാൻ വരുന്നതല്ല, നീയൊക്കെ കൊട്ടേഷന് വരുന്നതാണ്, നിനക്ക് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുമല്ലാടാ മനുഷ്യൻ, നിനക്ക് വൃത്തിയും മെനക്ക് നടന്നുകൂടെ എന്നൊക്കെ ടീച്ചർമാർ. ഇത്രയും വലിയ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ ഉള്ള മാനസികാവസ്ഥ ഒന്ന് ഓർത്തേ സാർ. അപ്പം ടീച്ചർ അന്ന് ചോദിച്ചത്, നീ വെള്ളം കുടിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. ടീച്ചർ പറയണ നിന്നെ കണ്ടാൽ തന്നെ വെള്ളം കുടിക്കാല്ലാടാ, നിന്നൊക്കെ കാണുമ്പോൾ തന്നെ അറപ്പ് വരുമല്ലാന്ന്. ആ ടീച്ചർ ഇവൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം 3 പ്രാവശ്യത്തോളം ഇവന് 3-4 പ്രാവശ്യത്തെ നമ്മുടെ അപ്പുറത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇനി ഇവർ നുണയാണോ പറയണമെന്ന് ഓർത്ത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല. ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് ടീച്ചർ അവരെ വിളിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് ഇവനോട് പറയണം, നിന്നെ കാണുമ്പോൾ അറിയാം നീ പഠിക്കാൻ വരുന്നൊന്നും അല്ല, നീ ഇവിടെ വേറെന്തോ കാര്യത്തിന് വരുന്നതെന്ന്, അതുകൊണ്ട് നീ അവിടെ ഒറ്റയ്ക്കിരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഇവന് ഏറ്റവും ബാക്കിലെ ബെഞ്ച് 2-3 പ്രാവശ്യം അങ്ങനെ ഇരുത്തി. അപ്പം ഞാനത് എന്ന് ചോദിച്ച് ടീച്ചറിനോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ ഇങ്ങനെ എന്താണ് കുട്ടികളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു അത് ടീച്ചർ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വേറൊരു ടീച്ചറിനെ, എനിക്ക് ആ ടീച്ചറിനെ അറിയത്തില്ല, വേറൊരു ടീച്ചറാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇവൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, അമ്മ ഈ ടീച്ചറാണ് എന്നെ ഇത്രയും ദിവസം ഇങ്ങനെ കാണിച്ചത്. പിന്നെ ഇവര് ടിൻസാണ്, ഒരേപോലുള്ളവരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു എന്നോട്, ഇവര് ഒരേ മുഖമുള്ളവരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പഠിപ്പിച്ചാൽ ഇവർ ആൾമാറാട്ടം നടത്തുമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു നിയമം എനിക്കറിയാൻ മേലായിരുന്നു. എന്താ ടീച്ചർ ഈ +1 വന്നപ്പോൾ മാത്രം ഇങ്ങനെ ഒരു നിയമം പറയണേ എന്താന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പൾ.